ഫ്രണ്ട്സ്, CSIR പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പെർമനന്റ് വാക്കൻസിയാണ്. ഒട്ടനവധി അലവൻസും സാലറി ഒക്കെ നല്ല സാലറി ഒക്കെ ഉള്ള ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ CSIR തന്നെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ ചാനൽ നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ CSIRന്റെ വിവിധ യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് നിങ്ങൾക്ക് മാർച്ച് 22 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 21 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടുകാരുടെ മാക്സിമം വിലക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. റിട്ടൺ എക്സാമിനേഷൻ നടക്കുന്നത് ഏകദേശം 2025 മെയ് or ജൂണിലായിരിക്കും. പിന്നെ ഇതിലേക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ജൂൺ 25 ആയിരിക്കും, 2025 ആയിരിക്കും നടക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതാ നമുക്ക് നോക്കാം. ഒന്ന് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അത് ജനറൽ F&, SNP തുടങ്ങിയുള്ള വിവിധ കാറ്റഗറികൾ വിളിച്ചിട്ടുണ്ട്. ഇതിൽ ടോട്ടൽ വാക്കൻസി നമുക്ക് 177 വാക്കൻസിയാണ് ഈ പറയുന്ന ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിയിലേക്ക്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് സി പോസ്റ്റാണ്. 19,900 മുതൽ 63,200 വരെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. +2 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ജസ്റ്റ് നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ബേസിക്കുള്ള കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതും പാടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു സ്കില്ലില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പഠിച്ച് വെക്കാവുന്നതാണ് ഈ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് +2 മാത്രമേ ഉള്ളൂ. ജസ്റ്റ് +2 പാസ് ആവർക്കോ അല്ലെങ്കിൽ അതിന് മുകളിൽ ക്വാളിഫിക്കേഷൻ ആർക്കും വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 28 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മറ്റു ഒട്ടനവധി അലവൻസും ഒക്കെ ഉള്ള പോസ്റ്റാണ്. പെർമനൻറ്റ് സെൻട്രൽ എംപ്ലോയീസിനുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് 28 ഏജാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾക്കിവിടെ ഏപ്രിൽ 21 കണക്കാക്കി നിങ്ങൾക്ക് 28 കഴിയാൻ പാടില്ല. എന്നാൽ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെയും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത കാറ്റഗറി പോസ്റ്റ് വരുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 32 വേക്കൻസിയാണ്. ഇത് ഗ്രൂപ്പ് സി തന്നെയാണ്. പേ ലെവൽ 4 ആണ് വരുന്നത്. 25,500 മുതൽ നിങ്ങൾക്ക് 81,100 ആണ് ഇതിൻ്റെ ആ ഒരു സ്കെയിൽ വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് +2 ആണ്. പക്ഷേ ഇതിൽ സ്റ്റെനോഗ്രഫി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റെനോഗ്രഫി പഠിച്ചവരെ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം അത് നമ്മൾ ക്വാളിഫൈ ചെയ്യണം, സ്റ്റെനോഗ്രഫി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് 27 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഈ പറഞ്ഞ രീതിയിൽ OBC NCL ആണെങ്കിലും 30 വയസ്സ് വരെയും, SC/ST ആണെങ്കിലും 32 വയസ്സ് വരെയും എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ 2 കാറ്റഗറിയുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ CSIRന്റെ തന്നെ വിവിധ ലബോറട്ടറി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് നിലവിൽ വാക്കൻസി വന്നിരിക്കുന്നത്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സും അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എത്ര വാക്കൻസി ഉണ്ട്, അത് SC/STക്ക് എത്ര ഉണ്ട്, OBCക്ക് എത്ര ഉണ്ടെന്നുള്ള ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വാക്കൻസി ഏറ്റവും കൂടുതലുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി റിസർവ്ഡ് വാക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ വാക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ആദ്യം പ്രിഫറൻസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഓൺലൈൻ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. ഈ പറയുന്ന ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ്, മെയിൽ കാൻഡിഡേറ്റ്സ് അവർക്ക് 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല. അതുപോലെ SC/STക്ക് ഫീ ഇല്ല, PWDക്ക് ഫീ ഇല്ല, എക്സ് സർവീസ്മെനും ഫീ ഇല്ല. ഓക്കെ, അപ്പോൾ വിമൻ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനും ഇതിലേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഏജ് കണക്കാക്കുന്ന തീയതി 21/4/2025 കണക്കാക്കിയിട്ടാണ്. അപ്പോൾ ഏജ് റിലാക്സേഷൻ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. SC/ST OBC PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാനും വിഡോസ് ഡിവോഴ്സ്ഡായുള്ള വനിതകൾക്കൊക്കെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ നിശ്ചിതമായുള്ള ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ കാര്യങ്ങളാണ്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കോമ്പറ്റേറ്റീവ് റിട്ടൺ എക്സാമിനേഷൻ നടക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം എക്സാം ആണ് ഉണ്ടായിരിക്കുക. OMR അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അത് +2 ലെവൽ ബേസ് ചെയ്തിട്ട് 200 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ സ്കീം ഇവിടെ കൊടുക്കുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രൻഷൻ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. റോങ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി ടെസ്റ്റ് ഉണ്ടാവും. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഏതെങ്കിലും രണ്ടും വേണമെന്ന് തോന്നുന്നില്ല, ഒന്ന് മതി കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഇംഗ്ലീഷോ ഹിന്ദിയോ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. മീഡിയം എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്പീഡിൽ ഏതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ സ്പീഡിൽ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും.
അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന +2 ബേസ് ചെയ്തിട്ട് 200 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതുപോലെ മെൻ്റൽ എബിലിറ്റി അത് പേപ്പർ 1 വരും. പേപ്പർ 1 മെൻ്റൽ എബിലിറ്റി ആണ്. മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, സിറ്റുവേഷൻ ജഡ്ജ്മെൻറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. 200 മാർക്ക് 100 ക്വസ്റ്റ്യൻ 200 മാർക്കാണ്. ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കൊന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങൾ ഇൻസ്ട്രക്ഷൻ എക്സാം എഴുതുമ്പോൾ നല്ല വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ പേപ്പർ 1 നെഗറ്റീവ് മാർക്ക് പറയുന്നില്ല. ഇനി പേപ്പർ 2 നിങ്ങൾക്ക് ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതിൽ നമുക്ക് 1 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും കേട്ടോ. തെറ്റായി രേഖപ്പെടുത്തിയാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 35 വേർഡ് പെർ, ഇംഗ്ലീഷ് ആണെങ്കിൽ 35, ഹിന്ദി ആകുമ്പോൾ 30 വേർഡ് പെർ എന്നുള്ള ലെവലിലായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ്, കമ്പ്യൂട്ടറിലുള്ള ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ കീ ഡിപ്രഷൻ അവറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് ക്വാളിഫൈങ് നേച്ചറാണ്. ജസ്റ്റ് നമ്മൾ ആ സ്പീഡ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്, ടൈപ്പിംഗ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലൊന്നും ഉണ്ടാകാൻ നമുക്ക് ഡൽഹിയിൽ വിവിധ ഇടങ്ങളിലൊക്കെ ആയിട്ടാണ് ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റ് ബെനിഫിറ്റ്, സാലറിക്ക് പുറമെ നിങ്ങൾക്ക് കാണാം ഒട്ടനവധി അലവൻസ്, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന DA, HR, അതുപോലെ TA തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന ഒട്ടനവധി അലവൻസും കാര്യങ്ങളും നിങ്ങളെ പ്ലേസ് ഓഫ് പോസ്റ്റിങ്ങിനൊക്കെ അനുസരിച്ച് വിവിധ അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിലേക്ക് അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ കാണാൻ പറ്റും. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. 10 KB to 200 KB ഫയൽ സൈസിൻ്റെ ഉള്ളിലായിരിക്കണം. ഓക്കെ, പിന്നെ സിഗ്നേച്ചർ നമ്മൾ ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് ഏതായാലും കുഴപ്പമില്ല. വൈറ്റ് പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്യണം. 4 KB 30 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. പിന്നെ നമ്മുടെ മറ്റ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ഒറിജിനൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്ന് മതി, ഒറിജിനൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഏജ് പ്രൂഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ 10ാം ക്ലാസ്സോ അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഏതായാലും കുഴപ്പമില്ല, പിന്നെ ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ അതിൻ്റെ ഒറിജിനൽ എല്ലാം നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന AWS PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിനെ തെളിയിക്കുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അവർ സ്കാൻ ചെയ്യണം. ഇനി OBC ആണെങ്കിൽ OBC SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിൽ സ്കാൻ ചെയ്ത് ഇതാക്കണം. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എക്സ് സർവീസ്മാനും അതിൽ വിഡോസിലായ വനിതകളൊക്കെ ആണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളാണ്. പിന്നെ നിലവിൽ ഗവൺമെൻറ് സർവീസിലുള്ളവർക്ക് NOC കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ നോക്കേണ്ട. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് അതെന്ത് ചെയ്യാം, ഇതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത് എല്ലാം ഇതിലേക്ക് നിങ്ങൾ SC/ST OBC ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റിൻ്റെ ഇതേ രീതിയിലുള്ള സെയിം ഫോർമാറ്റ് ആയിരിക്കുന്നത്. OBC ആണ്, നേരെ മുകളിൽ കാണിച്ച SC/ST ആണ്. അങ്ങനെ EWSൻ്റെ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ, നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്യണം. ഓക്കെ, OBCൻ്റെ ഒരു ഡിക്ലറേഷനും പാടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഈ സമയത്ത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ പേര് അഡ്രസ്സൊക്കെ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ. മറ്റേത് നമുക്ക് താലൂക്ക് നിന്ന് ഇഷ്യൂ ചെയ്യേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. അങ്ങനെ 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന് നമ്മൾ താലൂക്ക് നിന്ന് ഇഷ്യൂ ചെയ്യേണ്ടതാണ്, മറ്റേത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. സെൽഫ് ഡിക്ലറേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇന്ന കാറ്റഗറിയിൽ പെട്ടതാണെന്നുള്ളത് നമ്മൾ ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, അത് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. പിന്നെ EWS കാൻഡിഡേറ്റ്സിൻ്റെ ഇതിൽ എല്ലാത്തിൻ്റെ അതിന് മാതൃക കാര്യങ്ങൾ PWDൻ്റെ ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാം. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക. ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ മോളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, വായിച്ച് നോക്കാം. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യാനുള്ള ബട്ടണാണ് അടി കാണുന്നത്. അപ്പോൾ ആദ്യം വരുന്നതുകൊണ്ട് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് റീഡ് ചെയ്യുക നിങ്ങൾ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിക്ലറേഷൻ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാം, മെയിൽ ID കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ സെൻഡ് OTP കൊടുത്ത് അത് വെരിഫൈ ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അത് പറയുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ട് വീഡിയോസിൻ്റെ അടിയിൽ നിങ്ങൾക്ക് താങ്ക്സ് ബട്ടൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ താങ്ക്സ് എന്നുള്ള അതിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തുതരാം. കാരണം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വ്യൂസ് ഉണ്ടാകുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏകദേശം വ്യൂസ് എന്ന് പറയുമ്പം വലിയ വ്യൂസ് കിട്ടുന്നൊരു ചാനലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്.
അതായത് ഞാൻ എത്ര എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ 1K വന്നു കഴിഞ്ഞാൽ ആവറേജ് ആണ് ഞാൻ പറയുന്നത് ഒരു ഏകദേശം 12-13 രൂപയാണ് നമുക്ക് കിട്ടുക. ഇന്ത്യൻ റുപ്പീസ്, ഡോളറല്ല, ഇന്ത്യൻ റുപ്പീസ് 12-13. അപ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യപ്പെടും. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇതിനോടുള്ളൊരു താല്പര്യം. അതായത് എന്താണ് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും പഠിച്ചു കഴിഞ്ഞ സമയത്തും ഇത്തരം ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ പോയിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും അങ്ങനെ ഒരു താല്പര്യപ്പുറത്താണ്. അപ്പോൾ നമ്മുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് എന്താണ് നല്ലൊരു നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചും കൂടെ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെയുള്ള ആ താങ്ക്സ് ബട്ടനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് ഇട്ടുതരാം. നിങ്ങൾ പറയുന്ന വീഡിയോസ്, ഡിമാൻഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. അവരുടെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡാറ്റ ഒക്കെ എൻ്റർ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പോകണം, എന്നാലേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒക്കെ നമ്മൾ ആവശ്യമുള്ള കട്ട് ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്ത് കുറേ ടൈം പിടിക്കും. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.